അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാസ്തയും അതേപോലെ വെർമിസെല്ലി അതായത് സെമിയ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു പായസം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ പാസ്ത ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ടാണ് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാസ്തക്ക് പകരമായിട്ട് നമ്മൾ സാധാരണ മക്രോണി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊടിച്ചെടുക്കരുത്, മിക്സിയിലൊന്നും ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ നന്നായിട്ട് അതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, ഒരുപാട് അങ്ങോട്ട് മുഴുത്തു പോകും നമ്മുടെ ഈ ഒരു പായസം. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചെറുതായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചെടുക്കണ്ട, അത്യാവശ്യം ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് പൊട്ടിച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കിത് പായസം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാനായിട്ടൊന്നും അത്രയ്ക്ക് ടേസ്റ്റ് തോന്നില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പായസം റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 2.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പിന് കറക്റ്റ് അളവ് തന്നെയാണ്. ഇനി ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിലോട്ട് പാസ്ത ചേർത്ത് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുകയും അതേപോലെ അടിയിൽ പിടിച്ചു പോവുകയൊക്കെ ചെയ്യും. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇതിലോട്ട് പാസ്ത ചേർത്ത് കൊടുത്താൽ മതി. പാലിവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ഒരു പാലൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക ആയതുകൊണ്ട് ഒരിക്കലും ഇത് കട്ട പിടിച്ച് പോകുന്നില്ല. എങ്കിലും നമ്മളിത് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് അടിയിലങ്ങ് പറ്റി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഈ ഒരു പാല് തിളച്ച് പുറത്തോട്ട് പോകാതെ നോക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ആ ഒരു പേക്കിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം 8 മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു 8 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള ഏലക്കയും പഞ്ചസാരയും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഏലക്ക 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു 2 എണ്ണം ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ പായസത്തിലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെയും ഏലക്കയുടെയും ആ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മൊത്തം 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാകും. ഒരു പായസത്തിൻ്റെ ആവശ്യമുള്ള ഒരു മധുരം ഉണ്ടാവും 1 കപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഓവറായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏലക്ക പൊടിച്ചെടുത്ത സമയത്ത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3/4 കപ്പ് കൂടെ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതങ്ങോട്ട് കട്ടായിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം പായസം തയ്യാറാക്കുന്ന സമയത്ത്. പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള 1 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു പായസത്തിൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഓവറായിട്ട് കഴിഞ്ഞാൽ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടെ ചേർത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം.
ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് സ്റ്റെയിനർ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പ് റോസ്റ്റ് ചെയ്ത സേമിയ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും. സേമിയ ഒരിക്കലും വെന്ത് ഇതിൽ ഉടഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു സേമിയ അതിന് മുകളിൽ അങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ഒരു പായസമൊക്കെ കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ട് നിൽക്കുക. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ അത്യാവശ്യം ഒന്ന് തിക്കായി തുടങ്ങി. ഈ ഒരു സമയത്ത് തന്നെ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒരുപാട് സമയം നമ്മളിത് വേവിച്ചെടുക്കരുത്. ഇനി അങ്ങനെ വരുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തിക്കായി പോകും. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും അതേപോലെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് ഈ ഒരു പായസം കഴിക്കുന്ന സമയത്ത് അറിയാനേ പറ്റില്ല. അപ്പോൾ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മടക്കാതെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ കാണിക്കും. ആ ഒരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻസ് അതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്